എല്ലാവർക്കും മേക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോ വന്നിട്ട് വേറൊന്നുമല്ല, ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, സൗണ്ട് ഇല്ല. ഇപ്പോഴും കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പോലും വീഡിയോ ഇത്രയും ഡിലേ ആയതുകൊണ്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടും വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആവുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോൺവെർസേഷൻ ആണ്. കുറച്ച് സുഹൃത്തുക്കൾ ഒരു യാത്ര പോകുന്നു. അതിലൊരു സുഹൃത്തിന് യാത്ര പോകാൻ പറ്റുന്നില്ല. അപ്പൊ തിരിച്ചു വരുമ്പോൾ അവര് തമ്മിലുള്ള പോവാത്ത സുഹൃത്തും പോയ ഫ്രണ്ട്സുമായിട്ട് പോയതിനെ കുറിച്ചുള്ള വിശേഷം പങ്കുവയ്ക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിതിൻ, അരേ തും ലോഗ് കബ് ആയേ? തും ലോഗ് തോ 2 दिन बाद आने वाले थे. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിതിന്റെ ഡയലോഗാണ്. അരേ തും ലോഗ് കബ് ആയേ? തും ലോഗ് തോ 2 दिन बाद आने वाले थे. അരേ എന്ന വാക്ക് നമ്മൾ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇപ്പൊ ഹിന്ദി ഡയലോഗ്സ് ഒക്കെ കുട്ടികൾ സ്കൂളിലൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ടൊക്കെ എഴുതാൻ നേരത്ത് അരേ എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരാളെ വിളിക്കാൻ വേണ്ടിയാണ് അരേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തും ലോഗ് കബ് ആയേ? തും മീൻസ് നിങ്ങൾ, തും ലോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും. കബ് ആയേ? കബ് എപ്പോൾ, ആയേ വന്നു. തും ലോഗ് എന്നുള്ളത് പ്ലൂറൽ ആവുമ്പോൾ എന്നെങ്കിൽ ആയേ എന്നാണ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം വരേണ്ടത്. തും ലോഗ് കബ് ആയേ? നിങ്ങൾ എല്ലാവരും എപ്പോഴാണ് എത്തിയത്. തും ലോഗ് തോ 2 दिन बाद आने वाले थे. തും ലോഗ് തോ നിങ്ങൾ എല്ലാവരും 2 दिन बाद, 2 दिन 2 ദിവസം, 2 दिन बाद മീൻസ് 2 ദിവസത്തിന് ശേഷം, ആനെ വാലേ ദേ, ആനെ വാലേ ദേ എന്ന് പറയുന്നത് വരാനിരിക്കുകയായിരുന്നല്ലോ. തും ലോഗ് തോ 2 दिन बाद आने वाले थे. നിങ്ങൾ 2 ദിവസത്തിന് ശേഷം വരാനിരിക്കുവായിരുന്നല്ലോ. ഒന്നുകൂടെ നോക്കാം. അരേ തും ലോഗ് കബ് ആയേ? തും ലോഗ് തോ 2 दिन बाद आने वाले थे. ഹേയ്, നിങ്ങൾ എപ്പോഴാ എത്തിയത്? നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുവായിരുന്നല്ലോ. വിജയുടെ ഡയലോഗ് നോക്കാം. ഹം കൽ രാത് കോ ലൗട്ടേ. തും കേസെ ഹോ? ഹം കൽ രാത് കോ ലൗട്ടേ. ഹം മീൻസ് ഞങ്ങൾ, കൽ ഇന്നലെ, രാത് കോ രാത്രി, ലൗട്ടന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, ലൗട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തി. ഇവിടെ ഹം എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ ലൗട്ടെ എന്ന് വന്നിരിക്കുന്നത്. ഹം കൽ രാത് കോ ലൗട്ടെ. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി. തും കേസെ ഹോ? തും മീൻസ് നിങ്ങൾ, കേസെ ഹോ എന്ന് പറഞ്ഞാൽ സുഖമാണോ. തും കേസെ ഹോ നിങ്ങൾക്ക് സുഖമാണോ. വീണ, ഹാ ടീക് ഹൂ. അതെ സുഖമാണ്. നിതിൻ, തും ഹമാരെ സാത്ത് ക്യൂ നഹി ആയേ? നിതിനോട് ചോദിക്കുവാണ് വീണ. നിതിൻ, തും ഹമാരെ സാത്ത്, തും നീ, ഹമാരെ സാത്ത് ഞങ്ങളുടെ കൂടെ, ക്യൂ നഹി ആയേ? ക്യൂ മീൻസ് എന്തുകൊണ്ട്, നഹി ഇല്ല, ആയേ വന്നു, നഹി ആയേ വന്നില്ല, ക്യൂ നഹി ആയേ എന്തുകൊണ്ട് വന്നില്ല. നിതിനോട് ചോദിക്കുവാണ്, നിതിൻ നീ എന്തുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം യാത്ര വരാതിരുന്നത്. ഇവിടെ തും എന്ന വാക്ക് വന്നതുകൊണ്ടാണ് എൻഡിങ്ങിൽ ആയേ എന്ന് വന്നത്. തും എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്ലൂറലിന്റെ നിയമം ഫോളോ ചെയ്യുന്ന ഒരു വാക്കാണ്. തു, തും, ആപ്. ഇംഗ്ലീഷിൽ നമ്മൾ യു എന്ന് പറയുന്നു. പക്ഷെ മലയാളത്തിലും ഹിന്ദിയിലും അതിന് 3 വാക്കുകളുണ്ട്. നീ, നിങ്ങൾ, താങ്കൾ. നീ എന്ന് വിളിക്കുന്നത് നമ്മളെക്കാൾ ചെറിയ കുട്ടികളെയോ സെയിം ഏജിൽ വരുന്ന നമ്മളെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനെയോ ആയിരിക്കും. ഇനി കുറച്ചുകൂടി ഇന്റിമസി കുറവുള്ള അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പരിചയപ്പെട്ട ഒരു വ്യക്തിയെയോ നമ്മുടെ സെയിം ഏജിലുള്ളവരെയോ അധികം ഇന്റിമസി ഇല്ലാത്ത ആളുകളെ നമുക്ക് തും എന്ന് വിളിക്കാവുന്നതാണ്, നിങ്ങൾ എന്നർത്ഥത്തിൽ. ഇനി കുറച്ച് ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണെങ്കിൽ ആപ്പ് എന്നുള്ള പ്രയോഗമാണ് ചെയ്യേണ്ടത്. അപ്പോൾ തും എന്ന വാക്കാണ് നിങ്ങൾ പ്രയോഗിക്കുന്നെങ്കിൽ എൻഡിങ്ങില് ആയേ, അതുപോലെ പാസ്റ്റ് ടെൻസിന്റെ ഫോം പ്ലൂറലിന്റെ നിയമം അനുസരിച്ചായിരിക്കും ഒരു വെർബിന്റെ ഫോം വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. नितिन, तुम्हें नहीं मालूम, मैं भी यात्रा पर आना चाहता था. 2 दिन पहले मुझे बुखार हो गया था, इसलिए मैं तुम लोगों के साथ नहीं आ सका. तुम्हें नहीं मालूम मीन्स तुम्हें നിനക്ക്, नहीं मालूम मालूम मीन्स അറിയുക, नहीं मालूम मीन्स അറിയില്ല. तुम्हें नहीं मालूम നിനക്കറിയില്ല. मैं भी मैं ഞാൻ, मैं भी ഞാനും, യാത്ര पर आना चाहता था. യാത്ര पर मीन्स യാത്രയ്ക്ക്, ആന വരിക, ചാത്താത ആഗ്രഹിച്ചിരുന്നു. യാത്രാ പർ ആന ചാത്താത യാത്ര വരാൻ ആഗ്രഹിച്ചിരുന്നു. തുമേ നീ മാലും മേ ബി യാത്രാ പർ ആന ചാത്താത നിനക്കറിയില്ല ഞാനും യാത്ര വരാൻ ആഗ്രഹിച്ചിരുന്നു. 2 दिन पहले
മുझെ ബുക്കാർ ഹോ ഗയാ താ. 2 दिन 2 ദിവസം, പെഹലെ മുമ്പ്. 2 दिन पहले 2 ദിവസം മുമ്പ്, മുझे എനിക്ക്, ബുക്കാർ ഹോ ഗയാ താ. ബുക്കാർ മീൻസ് പനി. ബുക്കാർ ഹോ ഗയാ താ മീൻസ് പനി ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് എനിക്ക് നല്ല പനിയായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, മേ തും ലോഗോं के साथ नहीं आ सका. മേ ഞാൻ, തും ലോഗോं के साथ നിങ്ങളുടെ കൂടെ, नहीं आ सका വരാൻ കഴിഞ്ഞില്ല. तुम्हें नहीं मालूम मैं भी यात्रा पर आना चाहता था. 2 दिन पहले मुझे बुखार हो गया था, इसलिए मैं तुम्हारे साथ नहीं आ सका. നിനക്കറിയില്ല, ഞാനും യാത്ര വരാൻ ആഗ്രഹിച്ചിരുന്നു. 2 ദിവസം മുമ്പ് എനിക്ക് പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല. വീണ, അബ് തും കേസെ ഹോ നിതിൻ. അബ് മീൻസ് ഇപ്പോൾ. തും നീ അല്ലെങ്കിൽ നിനക്ക്, കേസെ ഹോ എങ്ങനെയുണ്ട്. അബ് തും കേസെ ഹോ നിതിൻ ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് നിതിൻ. നിതിൻ എന്താണ് മറുപടി കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അബ് മേ ടീഹു വീണ, വ ചോടോ, തും യേ ബതാओ ക്യാ ക്യാ ദേഖാ. അബ് മേ ടീഹു വീണ, അബ് ഇപ്പോൾ, മേ ടീഹു ഞാൻ ഓക്കെയാണ് വീണ, വ ചോടോ അത് വിട്, തും യേ ബതാओ നീ ഇത് പറ, ക്യാ ക്യാ ദേഖാ എന്തൊക്കെ കണ്ടു. അബ് മേ ടീഹു വീണ, വ ചോടോ, തും യേ ബതാओ ക്യാ ക്യാ ദേഖാ. ഞാനിപ്പോ ഓക്കെയാണ് വീണ, അത് വിട്, നീ ഇത് പറ എന്തൊക്കെ കണ്ടു. വിജയ്, അടുത്ത ഡയലോഗ് വിജയുടെയാണ്. हम लोग बस से सीधे नैनीताल के लिए निकले. सुबह सुबह काठगोदाम पहुंचे. हम लोग മീൻസ് ഞങ്ങൾ, ബസ് ബസ്സിന്, സീതെ നേരെ, നൈനിതാൽക്ക് ലിയെ നിക്കലെ നൈനിതാലിലേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ നൈനിതാളിലേക്ക് ബസ് കയറി. സുബ സുബ കാഠ്ഗോദാം പൗഞ്ചെ. സുബ മീൻസ് രാവിലെ. സുബ സുബ രാവിലെ തന്നെ, കാഠ്ഗോദാം പൗഞ്ചെ. കാഠ്ഗോദാം എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥലമാണ്. പൗഞ്ചെ മീൻസ് എത്തി. ഹം പൗഞ്ചെ ഞങ്ങൾ എത്തി എന്ന് പറയുന്നത് കൊണ്ടാണ് എൻഡിങ്ങിൽ വെർബ് പാസ്റ്റ് ടെൻസിൽ പ്ലൂറലിന്റെ നിയമം ഫോളോ ചെയ്തത്. പൗഞ്ചെ എത്തി. അടുത്ത ഡയലോഗ് നോക്കാം. മീര, മേ ബതാത്തി ഹൂം. रास्ते में इतनी घुमावदार सड़कें दी कि कईयों को तो चक्कर आने लगे. हरे भरे जंगल और चारों तरफ हरियाली तो बहुत अच्छी लगी. അപ്പൊ മീരയാണ് അടുത്ത ഡയലോഗ് പറയുന്നത്. മേ ബതാത്തി ഹൂ, മേ ഞാൻ, ബതാത്തി ഹൂ പറയാം, മേ ബതാത്തി ഹൂ ഞാൻ പറയാം. ഇവിടെ മേ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ബതാത്തി എന്ന് വന്നത്. പുല്ലിംഗായിരുന്നെങ്കിൽ മേ ബതാത്താഹു എന്നാണ് വരേണ്ടത്. രാസ്തേമേ രാസ്ത വഴി, രാസ്തേമേ വഴിയിൽ, ഇത്നി ഗുമാവതാർ സടക്കേതി. ഗുമാവതാർ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞ, സടക്കേം റോഡുകൾ, സടക് റോഡ്, സടക്കേം റോഡുകൾ പ്ലൂറൽ ആണ്. ഇത്നി ഗുമാവതാർ സടക്കേതി ഇത്രയും വളഞ്ഞു പുളഞ്ഞ റോഡുകൾ ഉണ്ടായിരുന്നു. കി കയ്യോങ്കോ തു ചക്കറാനെ ലഗെ. കയ്യോങ്കോ, കയ്യോങ്കോ എന്ന് വെച്ചാൽ പലർക്കും, ചക്കറാനെ ലഗെ, ചക്കറാന മീൻസ് തല കറങ്ങുക. രാസ്തേമേ ഇത്തിനി ഗുമാവതാർ സടക്കേതിക്ക് കയ്യോക്കോ തു ചക്കറാനെ ലഗെ. വഴിയിൽ ഇത്ര വളഞ്ഞു പുളഞ്ഞ റോഡുകൾ ഉണ്ടായതിനാൽ പലർക്കും തല കറക്കം അനുഭവപ്പെട്ടു. ഹരേ ഭരേ ജംഗൽ और चारों तरफ हरियाली तो बहुत अच्छी लगी. ഹരേ ഭരേ മീൻസ് പച്ചപ്പ് നിറഞ്ഞ, ജംഗൽ കാട്. ചാറൂം തരഫ് മീൻസ് ചുറ്റിലും, നാലുപാടും മീൻസ് ചുറ്റിലും. ഹരിയാലി തോ ബഹുത് അച്ചി ലഗി. ചാറൂം തരഫ് ഹരിയാലി ചുറ്റുപാടുമുള്ള പച്ചപ്പ്, ബഹുത് അച്ചി ലഗി, ബഹുത് അച്ചി ലഗി, അച്ചി ലഗി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു, ബഹുത് അച്ചി ലഗി വളരെ ഇഷ്ടപ്പെട്ടു. മേ ബതാതി ഹൂ रास्ते में इतनी घुमावदार सड़कें दी कि कईयों को तो चक्कर आने लगे. हरे भरे जंगल और चारों तरफ हरियाली तो बहुत अच्छी लगी. ഞാൻ പറയാം, വഴിയിൽ ഇത്ര വളഞ്ഞു പുളഞ്ഞ റോഡുകൾ ഉണ്ടായതിനാൽ പലർക്കും തലകറക്കം അനുഭവപ്പെട്ടു. പച്ചപ്പ് നിറഞ്ഞ വനവും ചുറ്റുമുള്ള പച്ചപ്പും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത ഡയലോഗ് നോക്കാം. നിതിൻ, നൈനിതാൽ കിത്തനെ ബജെ പൗഞ്ചെ. നൈനിതാൽ കിത്തനെ ബജെ പൗഞ്ചെ. നൈനിതാൽ എന്ന് പറയുന്ന ആ പ്ലേസിൽ, കിത്തനെ ബജെ എത്ര മണിക്ക്, പൗഞ്ചെ എത്തി. എത്ര മണിക്കാണ് നൈനിതാളിൽ എത്തിയത്. വിജയ്, സുബഹ 10 बजे. हमारी ठहरने की जगह भी बहुत अच्छी थी. पहले दिन तो मौसम बहुत अच्छा था. അപ്പൊ എത്ര മണിക്ക് എത്തി എന്നാണ് ആദ്യം പറയുന്നത്. സുബഹ 10 ബജെ. സുബഹ മീൻസ് മോർണിംഗ്, രാവിലെ. 10 ബജെ 10 മണി. ഹമാരി ടഹർനെ കി ജഗ ബി ബഹുത് അച്ചി തി. ഹമാരി ഞങ്ങളുടെ,
ടഹർനയ്ക്ക് ജഗ, ജഗ എന്ന് പറഞ്ഞ സ്ഥലം, ടഹർന താമസിക്കുക, ടഹർനയ്ക്ക് ജഗ മീൻസ് താമസ സ്ഥലം അല്ലെങ്കിൽ താമസ സൗകര്യം. ബൗത് അച്ചി തി വളരെ നല്ലതായിരുന്നു. ഹമാരി ടഹർനയ്ക്ക് ജഗ ബി ബൗത് അച്ചി തി ഞങ്ങളുടെ താമസ സ്ഥലം വളരെ മികച്ചതായിരുന്നു. ഇവിടെ ജഗ എന്ന വാക്ക് സ്ത്രീലിംഗാണ്. അതനുസരിച്ചാണ് ഈ സെന്റൻസ് ഫുള്ളും വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജഗ എന്ന വാക്കിന് മുമ്പിലുള്ള കാരക് ചിഹ്നം അത് കീ ആണ്. സ്ത്രീലിംഗ് വരുമ്പോഴാണ് കീ വരുന്നത്. അതുകൂടാതെ ഫ്രണ്ടിൽ ഹമാരി ഞങ്ങളുടെ എന്ന് വന്നിരിക്കുന്നത് രായുടെ കൂടെ ഈട ചിഹ്നം വന്നിരിക്കുന്നത് ജഗ എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. ഹമാരി ടഹർനയ്ക്ക് ജഗ ഞങ്ങളുടെ താമസ സ്ഥലം. ഇനി അതുകൂടാതെ എൻഡിങ്ങിൽ ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നതും ഇതേ സ്ത്രീലിംഗിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഇവിടെ താമസ സ്ഥലത്തെക്കുറിച്ചാണ് ആ സെന്റൻസിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻഡിങ്ങിൽ അച്ചി ലഗി എന്ന് വന്നിരിക്കുന്നതും ജഗ എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അടുത്ത സെന്റൻസ് കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ത്രീലിംഗ് പുല്ലിംഗ് വരുമ്പോൾ വെർബിനുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. പെഹലെ ദിൻ തോ മോസം ബൗത് അച്ചാദ. പെഹലെ ദിൻ തോ മീൻസ് ആദ്യത്തെ ദിവസം, മോസം, മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ബൗത് അച്ചാദ വളരെ നല്ലതായിരുന്നു. മോസം എന്ന വാക്ക് പുല്ലിംഗാണ്, അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ബൗത് അച്ചാദ എന്ന് വന്നത്. അച്ചീദി എന്ന് വരാതെ അച്ചാദ എന്ന് വന്നത് മൗസം എന്ന വാക്ക് പുല്ലിംഗായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പഹലെ ദിൻ തോ മൗസം ബൗത് അച്ചാദ ആദ്യ ദിവസം കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. सुबह 10 बजे हमारी ठहरने की जगह भी बहुत अच्छी थी. पहले दिन तो मौसम बहुत अच्छा था. രാവിലെ 10 മണി ഞങ്ങളുടെ താമസ സ്ഥലം വളരെ നല്ലതായിരുന്നു അല്ലെങ്കിൽ മികച്ചതായിരുന്നു. പഹലെ ദിൻ തോ മൗസം ബഹുത് അച്ഛാ ഥാ ആദ്യ ദിവസം കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ഓർ ആസ്പാസ് കഹി ഗേ പിന്നെ അടുത്ത കാര്യം ചോദിക്കുക. പിന്നെ ആസ്പാസ് അടുത്ത്, കഹി എവിടെയെങ്കിലും, ആസ്പാസ് കഹി അടുത്ത് എവിടെയെങ്കിലും, ഗേ പോയോ. ഓർ ആസ്പാസ് കഹി ഗേ അടുത്ത് എവിടെയെങ്കിലും പോയിരുന്നോ. അടുത്ത ഡയലോഗ് നോക്കാം. അത് മീരയുടേതാണ്. वहां से अल्मोड़ा और द्वारा हाट भी गए. अल्मोड़ा भी एक सुंदर हिल स्टेशन है. द्वारा हाट के पास एक सुंदर मंदिर है. इसी जंगल से हनुमान जी संजीवनी लेकर आए थे. അർത്ഥം നോക്കാം. വഹ, വഹ മീൻസ് അവിടെ, വഹാസെ അവിടെ നിന്ന്, അൽമോഡ ഓർ ദ്വാര ഹാട്ട് ബി ഗേ, ഗേ മീൻസ് പോയി. അൽമോഡ ഓർ ദ്വാര ഹാട്ട്, അൽമോഡ എന്ന് പറഞ്ഞ അൽമോറ, അൽമോഡ ഓർ ദ്വാരാഹാട്ട് അൽമോറയിലേക്കും ദ്വാരാഹാട്ടിലേക്കും ഗേ പോയി. അവിടെ നിന്ന് ഞങ്ങൾ അൽമോറയിലേക്കും ദ്വാരാഹാട്ടിലേക്കും പോയി. അൽമോഡ ബി എക് സുന്ദർ ഹിൽ സ്റ്റേഷൻ ഹെ. അൽമോഡ, അൽമോറ, അൽമോറയും എക് സുന്ദർ ഒരു ഭംഗിയുള്ള സുന്ദരമായ ഹിൽ സ്റ്റേഷൻ ഹെ. ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കുന്നൻ പ്രദേശം. അൽമോഡ ബി എക് സുന്ദർ ഹിൽ സ്റ്റേഷൻ ഹെ. അൽമോറ മനോഹരമായ ഒരു കുന്നൻ പ്രദേശം കൂടിയാണ്. ദ്വാരാഹാട്ട് കെ പാസ് എക് സുന്ദർ മന്ദിർ ഹെ. ദ്വാരാഹാട്ട് കെ പാസ്, കെ പാസ് മീൻസ് അടുത്ത്, അരികിൽ. ദ്വാരാഹാട്ട് കെ പാസ് ദ്വാരാഹാട്ടിനടുത്ത്, എക് സുന്ദർ മന്ദിർ ഹെ, എക് സുന്ദർ മന്ദിർ ഹെ, മന്ദിർ ക്ഷേത്രം, ഒരു മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. ഇസി ജംഗൽ സെ ഇതേ കാട്ടിൽ നിന്നാണ് ഹനുമാൻജി, ഹനുമാൻ സഞ്ജീവനി ലേക്കർ ആയതേ, സഞ്ജീവനി കൊണ്ടുവന്നത്. സഞ്ജീവനി ലേക്കർ മീൻസ് സഞ്ജീവനി എടുത്തുകൊണ്ട്, ആയതേ വന്നത്. ഇസി ജംഗൽ സെ ഹനുമാൻജി സഞ്ജീവനി ലേക്കർ ആയതേ, ഹനുമാൻ സഞ്ജീവനി കൊണ്ടുവന്നത് ഇതേ കാട്ടിൽ നിന്നാണ്. ബാക്കി യാത്രാവിശേഷം പറയുന്ന വിജയാണ്. വിജയ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. तीसरे दिन मौसम एकाएक बदल गया. बारिश होने लगी. कहीं बाहर नहीं निकल पाए. ठंड भी बढ़ गई थी. कुछ बच्चे तो सर्दी से कांपने लगे थे. तब बीच में ही लौटने का निश्चय किया. तीसरे दिन മൂന്നാം ദിവസം, തീസരേ ദിൻ എന്ന് പറഞ്ഞാൽ മൂന്നാം ദിവസം, മോസം കാലാവസ്ഥ, ഏകായേക് ബദൽ ഗയ, ഏകായേക് മീൻസ് പെട്ടെന്ന്, ബദൽ ഗയ മാറി, ചേഞ്ച് ആയി. ഇവിടെ മോസം എന്ന് പറയുന്നത് പുല്ലിംഗാണ്, അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ക്രിയ ബദൽ ഗയ പുല്ലിംഗിന്റെ റൂൾ അനുസരിച്ച് വന്നത്. തീസരേ ദിൻ മോസം ഏകായേക് ബദൽ ഗയ, മൂന്നാം ദിവസം കാലാവസ്ഥ പെട്ടെന്ന് മാറി. ബാരിഷ് ഹോനെ ലഗി, ബാരിഷ് മഴ, ഹോനെ ലഗി പെയ്യാൻ തുടങ്ങി. ബാരിഷ് ഹോനെ ലഗി മീൻസ് മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ ബാരിഷ് എന്ന വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ഹോനെ ലഗി എന്ന് വന്നത്. കഹി ബാഹർ നെഹി നിക്കൽ പായെ, കഹി മീൻസ് എവിടെയും, ബാഹർ പുറത്ത്, കഹി ബാഹർ പുറത്തെവിടെയും,
നെഹി നിക്കൽ പായേ. നിക്കല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. ബാഹർ നിക്കല്ല മീൻസ് പുറത്തിറങ്ങുക. കഹി ബാഹർ നെഹി നിക്കൽ പായേ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് പുറത്തെങ്ങും പോവാൻ കഴിഞ്ഞില്ല. ഠണ്ട് ബി ബഡ് ഗെയ്തി. ഠണ്ട് മീൻസ് തണുപ്പ്. അത് സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് എന്തെങ്കിൽ ബഡ് ഗെയ്തി എന്ന് വന്നത്. ബഡ്ന മീൻസ് കൂടുക. ബഡ് ഗെയ്തി കൂടിയിരുന്നു. ഠണ്ട് ബി ബഡ് ഗെയ്തി തണുപ്പും കൂടിയിരുന്നു. കുച്ച് ബച്ചേ തോ സർദി സെ കാംനെ ലഗേതേ. കുച്ച് ബച്ചേ മീൻസ് ചില കുട്ടികൾ. ബച്ചേ കുട്ടികൾ പ്ലൂറൽ ആണ്. അതുകൊണ്ട് എന്തെങ്കിൽ ക്രിയയും പ്ലൂറൽ ആയിരിക്കും. സർദി മീൻസ് തണുപ്പ്. സർദീസെ തണുപ്പ് കൊണ്ട് കാമ്പനെ ലഗേതേ. കാമ്പന വിറയ്ക്കുക. കാംനെ ലഗേതേ മീൻസ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തബ് ബീച്ച് മേ ഹി ലൗട്ട്നെ കാ നിശ്ചയ കിയ. തബ് അപ്പോൾ, ബീച്ച് മേ ഹി മീൻസ് ഇടയ്ക്ക്, ലൗട്ട്നെ കാ നിശ്ചയ കിയ ലൗട്ട്ന തിരിച്ചു വരിക, നിശ്ചയ കിയ തീരുമാനിച്ചു, ലൗട്ട്നെ കാ നിശ്ചയ കിയ തിരിച്ചു മടങ്ങാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ അർത്ഥം നോക്കാം. तीसरे दिन मौसम एकाएक बदल गया. बारिश होने लगी. कहीं बाहर नहीं निकल पाए. ठंड भी बढ़ गई थी. कुछ बच्चे तो सर्दी से कांपने लगे थे. तब बीच में ही लौटने का निश्चय किया. മൂന്നാം ദിവസം കാലാവസ്ഥ പെട്ടെന്ന് മാറി. മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് പുറത്തെങ്ങും പോവാൻ കഴിഞ്ഞില്ല. തണുപ്പും വർദ്ധിച്ചു. ചില കുട്ടികൾ തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ പാതി വഴിയിൽ मड़ंगन तीर्मानिച്ചു. मीरा, हम योजना तो ऋषिकेश और हरिद्वार जाने की बना रहे थे, लेकिन रास्ता ठीक न होने के कारण इसे छोड़ना पड़ा. तो मीरा പറയുകയാണ്, हम योजना तो ऋषिकेश और हरिद्वार जाने की बना रहे थे. യോജന എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. എങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്? ഋഷികേശ് और हरिद्वार जाने की ബനാ രഹേ थे. ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകാനുള്ള പദ്ധതി ഇട്ടിരുന്നു, പ്ലാൻ റെഡിയാക്കിയിരുന്നു. ഹം യോജനാത്തോ ഋഷികേശ് ഓർ ഹരിദ്വാർ ജാനേക്ക് ബനാ രഹേ थे. ഞങ്ങൾ ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകാൻ പദ്ധതി ഇട്ടിരുന്നു. ലേക്കിൻ രാസ്ത ടേക്ക് നാ ഹോനെ കെ കാരൺ ഇസേ ചോടന പട. ലേക്കിൻ പക്ഷേ, രാസ്ത വഴി, ടേക്ക് ന ഹോനെ കെ കാരൺ, ടേക്ക് ഹോന മീൻസ് ശരിയാവുക, ടേക്ക് നാ ഹോന മീൻസ് ശരിയല്ലാത്തത്, കെ കാരൺ മീൻസ് ആ കാരണം കൊണ്ട്, രാസ്ത ടേക്ക് നാ ഹോനെ കെ കാരൺ വഴി ശരിയല്ലാത്തത് കൊണ്ട്, ഇസേ ചോടന പട അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഹം യോജന തോ ഋഷികേശ് और हरिद्वार जाने की बना रहे थे, लेकिन रास्ता ठीक ना होने के कारण इसे छोड़ना पड़ा. ഞങ്ങൾ ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകാൻ പദ്ധതി ഇട്ടിരുന്നു. പക്ഷെ റോഡ് നല്ല നിലയിലല്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. നിതിൻ, कोई बात नहीं, अगली बार मैं भी तुम्हारे साथ आऊंगा, हम एक साथ ഋഷികേശ് और हरिद्वार जाएंगे. അപ്പൊ നിതിൻ പറയുകയാണ്, कोई बात नहीं, കുഴപ്പമില്ല അല്ലെ, സാരമില്ല. അഗലി ബാർ മേ ബി തുമാരെ സാത്ത് ആവുങ്ക. അഗലി ബാർ മീൻസ് നെക്സ്റ്റ് ടൈം, അടുത്ത തവണ. മേ ബി ഞാനും, തുമാരെ സാത്ത് നിങ്ങളുടെ കൂടെ, ആവുങ്ക വരും. അഗലി ബാർ മേ ബി തുമാരെ സാത്ത് ആവുങ്ക, അടുത്ത തവണ ഞാനും നിങ്ങളുടെ കൂടെ വരും. ഹം ഏക് സാത്ത് ഋഷികേശ് ഓർ ഹരിദ്വാർ ജായെങ്കെ. ഹം നമ്മൾ, ഏക് സാത്ത് ഒരുമിച്ച്, ഋഷികേശ് ഓർ ഹരിദ്വാർ ജായെങ്കെ ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകും. ഹം ഏക് സാത്ത് ഋഷികേശ് ഓർ ഹരിദ്വാർ ജായെങ്കെ നമ്മൾ ഒരുമിച്ച് ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകും. ആ സെന്റൻസ് ഒന്നുകൂടി നോക്കാം. कोई बात नहीं, अगली बार मैं भी तुम्हारे साथ आऊंगा, हम एक साथ ഋഷികേശ് और हरिद्वार जाएंगे. കുഴപ്പമില്ല, അടുത്ത തവണ ഞാനും നിങ്ങളോടൊപ്പം വരും, നമ്മൾ ഒരുമിച്ച് ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും പോകും. വിജയ്, സരൂർ. സരൂർ മീൻസ് തീർച്ചയായും. ഇതോടുകൂടി ഈ കോൺവെർസേഷൻ അവസാനിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ കോൺവെർസേഷനിൽ ഒരുപാട് ഗ്രാമർ പാർട്ട് കൂടി പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.